മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരെയുള്ള അന്വേഷണം നിയമപരമെന്ന് കർണാടക ഹൈക്കോടതി. കൃത്യമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് SFIO അന്വേഷണം. ROC അന്വേഷണം തീരാതെ SFIO അന്വേഷണം പ്രഖ്യാപിച്ചത് ലംഘനമെന്ന വാദം കോടതി തള്ളിയുള്ള വിധിയുടെ വിശദാംശങ്ങളും പുറത്തുവന്നു. മാസപ്പടി കേസിൽ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിക്കൊണ്ടുള്ള കർണാടക ഹൈക്കോടതി വിധിയുടെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവന്നത്. നിയമം പാലിച്ചു തന്നെയാണ് അന്വേഷണം നടക്കുന്നതെന്ന് 46 പേജുള്ള വിശദമായ വിധിപ്പകർപ്പിൽ പറയുന്നു. വീണയുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ളതാണ് ഹൈക്കോടതിയുടെ വിധി. എക്സാലോജിക്കിനെതിരായ അന്വേഷണം തീർത്തും നിയമപരമാണെന്ന് കർണാടക ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് M. നാഗപ്രസന്നന്റെ വിധിയിൽ പറയുന്നു. നേരത്തെ ഹർജി തള്ളുകയാണെന്ന ഒരു വരി വിധി പ്രസ്താവന മാത്രമായിരുന്നു ഹൈക്കോടതി നടത്തിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് വിശദമായ വിവരങ്ങൾ പുറത്തുവന്നത്. നിലവിൽ കേസിന്റെ മെരിറ്റിലേക്ക് കടക്കേണ്ട ആവശ്യമില്ലെന്നും കേസ് റദ്ദാക്കാനായി വീണ ഉയർത്തിയ വാദങ്ങൾ സ്വീകാര്യമല്ലെന്നും കോടതി വ്യക്തമാക്കുന്നു. ചട്ടപ്രകാരമാണ് അന്വേഷണം SFIOയ്ക്ക് കൈമാറിയിട്ടുള്ളത്. ഇതിൽ നിയമപരമായി യാതൊരു തടസ്സവും നിലവിൽ ഉന്നയിക്കാൻ കഴിയില്ല. അന്വേഷണം റദ്ദാക്കുകയോ തടയുകയോ ചെയ്യാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കുന്നു. അന്വേഷണം തടയണമെന്ന് കാട്ടി എക്സാലോജിക് ഉന്നയിച്ച ഒരു വാദവും നിലനിൽക്കുന്നതല്ലെന്ന് കോടതി പറയുന്നു. അന്വേഷണം ഏത് ഘട്ടത്തിലാണ് SFIOയ്ക്ക് കൈമാറേണ്ടതെന്ന് കൃത്യമായി നിയമത്തിൽ പറയുന്നുണ്ട്. ഇതനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഹർജി തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിയിലെ നിരീക്ഷണങ്ങൾ വീണ വിജയന് കനത്ത തിരിച്ചടിയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.